അതായത് കപ്പലിലെ ഇപ്പൊ വിഴിഞ്ഞം നിന്ന് കൊച്ചിക്ക് പോയി കൊച്ചിക്ക് തൂത്തുക്കുടിക്ക് പോയിട്ട് MSC എൽസ 3 ആണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. 24 പേരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു വാർത്ത വരുന്നു. പക്ഷെ അപ്പോഴും ഒരു ചെറിയ പ്രശ്നമുള്ളത് 10 കണ്ടെയ്നറുകളിലായിട്ടുണ്ടായിരുന്ന മറൈൻ ഗ്യാസ് ഓയിലും വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലും ഇത് രണ്ടും 10 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടെന്നാണ് പറയുന്നത്. വീണിട്ടുണ്ട്. അതുകൊണ്ട് അത് കാർഗോയും അല്ലെങ്കിൽ കണ്ടെയ്നറും വീണിട്ടുള്ളത് കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയോടൊക്കെ കോസ്റ്റ് ഗാർഡുകാർ വളരെ സുരക്ഷിതമായി ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകൾ തീരപ്രദേശത്ത് പോവാതിരിക്കുക, ചെറിയ ബോട്ടിലോ വള്ളങ്ങളിലോ ഒന്നും പോവാതിരിക്കുക. അത് തീരത്തോട് കണ്ടെയ്നർ വന്നാലും അതെന്താണെന്നുള്ള കൗതുകം അറിയാൻ വേണ്ടി അതിനകത്ത് കാരണം ഇത് തീപിടിക്കാനും അതിന്റെ അകത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കോസ്റ്റ് ഗാർഡ് ഇതുവരെ പുറത്ത് വിട്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അപകടമുണ്ടെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ മറൈൻ ഗ്യാസ് ഓയിലും വെരി ലോ സൾഫർ ഫ്യൂവലും ആണ് അതിനകത്തുള്ളത്. അപ്പൊ അതിങ്ങനെ കൊണ്ടുപോകുന്ന കപ്പലാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആളുകൾ അതിനകത്ത് കൗതുകം കൊണ്ടുപോലും തീരപ്രദേശത്തേക്ക് ആരും പോകരുത്. ഈ വാർത്തയൊക്കെ അറിയുമ്പോൾ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം ഓടിയെത്തുക എന്നുള്ളതാണ്. അപകടമുള്ള സ്ഥലത്ത് ഓടിയെത്തുക, കാണുക, സെൽഫി എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ ഒരു പരിപാടിയാണ്. അപ്പൊ അതെല്ലാം ഒന്ന് ഒഴിവാക്കണം. അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. സാർ, നമ്മൾ അധികം കേട്ടുകേൾവി ഇല്ലാത്തൊരു അപകടമാണല്ലോ. ഇത്തരം അപകടങ്ങൾ നമുക്ക് അറിയില്ല. പറഞ്ഞ പോലെ ഒരു കൗതുകം സ്വാഭാവികമായി ഉണ്ടാകും. അപ്പോൾ വലിയൊരു മുൻകരുതൽ ഇക്കാര്യത്തിൽ എടുക്കണ്ടേ? അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ ആഗോളതലത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാലും കേരളത്തിന്റെ തീരപ്രദേശവും കേരളത്തിന്റെ കടലാവട്ടെ കരയാവട്ടെ ഇപ്പൊ ചെറിയ മഴ വന്നാൽ പോലും താങ്ങാനാവാത്ത രീതിയിൽ കരഭാഗവും ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ പോലും വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്ന കടൽ തീരവും ഒക്കെയാണ് നമുക്ക് ആയിക്കഴിഞ്ഞു. ഇപ്പൊ കടലിന്റെ കടൽക്ഷോഭവും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും കാറ്റും ഒക്കെ ആയിട്ട് വല്ലാതെ കടൽ പ്രക്ഷുബ്ധമായി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മുടെ കോസ്റ്റ് ആയാലും നമ്മുടെ കടലായാലും ആകെ എന്താ പറയുക, ഒരു കലുഷിതമായ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇതിപ്പം കടലിൽ കിടന്നാലും പ്രശ്നമാണ്, കരയിലേക്ക് കൊണ്ടുവന്നാലും പ്രശ്നമാണെന്നാണ് കേൾക്കുന്നത്. കിടന്നാൽ മത്സ്യസമ്പത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം ഇത് ശ്വാസം മുട്ടലുണ്ടാക്കാം. പിന്നെ ഇതിന്റെ ഏതെങ്കിലും തരത്തിൽ ഇത് ശരീരത്തിൽ പെട്ടാൽ പിന്നെ തീപിടുത്തത്തിന്റെ സാധ്യതകൾ കാണും. കാരണം മറ്റ് വള്ളവും ബോട്ടുമായിട്ട് പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, മത്സ്യസമ്പത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കരയിലോട്ട് വന്നാലും കാരണം ഇത്തരം വാതകങ്ങളും ഇത്തരം ഓയിലും ഒക്കെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇപ്പൊ ഗ്യാസ് തുറന്നു പോയാൽ പിന്നെ അതുപോലെ ഗ്യാസ് കുറ്റിക്കകത്ത് അടയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് പ്രയാസമല്ലേ, അത് വേറെ പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കമ്പനിയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്നോ കമ്പനിയിൽ നിന്നോ ഇത് സുരക്ഷിതമായ കണ്ടെയ്നറിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അത് ഡിഫ്യൂസ് ചെയ്യുന്നത് വളരെ സുരക്ഷിത മാർഗത്തിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വന്നാൽ അത് പൊട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.